ഹായ് ഹലോ നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഏത് ഡോക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ വിഷയം പറയാം. നമ്മൾ ഇന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിൻ്റെ കൂടുതൽ നമ്മളുടെ സംശയങ്ങളും അല്ലെങ്കിൽ എന്താണ് ഇതെന്ന് വിശദമാക്കി തരാൻ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ജെയ്മി എബ്രഹാം. അപ്പോൾ ഡോക്ടറെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇൻ്റർവെൻഷണൽ റേഡിയോളജി. പലരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാത്തവരും ഉണ്ടായിരിക്കും എന്താണ് എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പലർക്കും അറിയില്ലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നതിൽ നമുക്ക് തുടങ്ങാം. എന്താണ് ഡോക്ടർ ഇത് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, ഇൻ്റർവെൻഷൻ റേഡിയോളജി അല്ലെങ്കിൽ IR എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഏത് രോഗത്തെയും വേണമെങ്കിൽ നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജി ചികിത്സാ രീതിയും കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഇതൊരു ചെറിയ സൂചി വഴി തൊടയുടെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ കൈയിന്റെ സൈഡിൽ കൂടെ ഉള്ള രക്തക്കോയിൽ വഴി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് സ്പെസിഫിക് പോയിന്റ് ഓഫ് ഈ രോഗമുള്ള സ്പെസിഫിക് പോയിന്റിൽ പോയി നമുക്ക് ഇതിന് ചികിത്സ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നത് നമ്മൾ ഇമേജിംഗ് ഗൈഡൻസ് വെച്ചിട്ടാണ്. അതായത് CT അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വെച്ച് അല്ലെങ്കിൽ എക്സ്റേ ഗൈഡൻസിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലായും പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ. അപ്പം അതിങ്ങനെ അതായത് നമ്മളത് നോക്കിക്കൊണ്ടാണ് നമ്മളിത് ഉള്ളിലേക്ക് ഇത് ചെയ്യുന്നത് അല്ലേ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ, അതായത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡോക്ടറുടെ ഒരു എക്സാമ്പിൾ എന്തായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, നമ്മൾ ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ വന്നിരുന്നു. ഇപ്പോൾ ER വന്ന സമയത്ത് പേഷ്യൻറ്റിന് പുറമേ നോക്കുമ്പോൾ പേഷ്യൻ്റ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഫ്രാക്ചേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ, CT സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഹാർട്ടിൽ നിന്ന് കൊണ്ടുവന്ന മെയിൻ പൈപ്പിൽ ഒരു ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബ്ലഡ് പുറത്തോട്ട് ലീക്കായിട്ട് താൽക്കാലികമായിട്ട് അവിടെ കണ്ടെയ്ൻ ആയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ അത് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാമായിരുന്നു. അപ്പോൾ അത് പൊട്ടുന്നതിന് മുന്നേ എമർജൻസി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റ് ജീവന് വരെ ആപത്തായിരുന്നു. ഇത് പണ്ട് ആയിരുന്നെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് സർജറി എന്നുള്ളൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. സർജറി എന്ന് പറയുമ്പോൾ ഓപ്പൺ സർജറി. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഒക്കെ തുറന്ന് റിബ് കേജ് എല്ലാം മാറ്റി എന്നിട്ട് വേണം സർജറി ചെയ്യാൻ. ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആയ ഇൻ്റർവെൻഷൻ റേഡിയോളജി വെച്ച് നമുക്ക് തൊടയുടെ സൈഡിൽ കൂടെ ഉള്ള രക്തക്കോയിൽ വഴി ചെറിയൊരു ട്യൂബ് കടത്തി വിട്ട് ആ ട്യൂബ് വഴി സ്റ്റെൻറ്റ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെൻറ്റ് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊട്ടാൻ സാധ്യതയുള്ള ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ആ പൈപ്പ് നമുക്ക് സേഫ് ആക്കി വെക്കാൻ പറ്റും. പേഷ്യൻ്റ് ഇന്നിപ്പോൾ ഡേ 3-4 ആണ്. പേഷ്യൻ്റ് ഇപ്പോൾ സ്റ്റേബിൾ ആണ്. ഇൻറ്റുബേഷനൊക്കെ മാറ്റി പേഷ്യൻ്റ് ഇപ്പോൾ ബാക്ക് ടു നോർമലിലോട്ട് പോയി കൊണ്ടിരിക്കുന്നു. മേ ബി ഇൻ അനദർ 2 days പേഷ്യന്റ് ഡിസ്ചാർജ് ആയി വീട്ടിലും പോകാം. ഓപ്പൺ സർജറി ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു മുറിവുണ്ടായതിനെ പേഷ്യൻ്റ് അവിടെ അഡ്മിഷനായിട്ട് കിടക്കേണ്ടി വന്നേനെ. അങ്ങനെ സമയം ഒരുപാട് ഇതിപ്പോ പുറമെ വേറെ സ്കാർസോ അങ്ങനെയൊന്നും കാണത്തില്ല. തൊടയുടെ സൈഡിൽ ചെറിയൊരു ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ശരി. ഓക്കെ ഡോക്ടർ. ഇപ്പം ഇത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്റർവെൻഷണൽ റേഡിയോളജി ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന എന്തൊക്കെ രോഗങ്ങളാണ്? അത് മാത്രമല്ല, ഇപ്പം കുറച്ച് രോഗങ്ങൾക്ക് മാത്രമാണോ അതോ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറയണ്ട ഇന്ന രോഗങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പം സർജറി ചെയ്യാൻ പറ്റുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. സർജറി മാത്രം പറ്റുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതല്ല, ഇപ്പം ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു യൂട്രസിൽ മുഴയുള്ള ഒരു പേഷ്യൻറ്റിന്, ക്യാൻസർ അല്ലാത്ത മുഴയുള്ള പേഷ്യൻറ്റിന് നമുക്ക് യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ട് അതിന് സർജറി, ഹിസ്റ്ററക്ടമി, പൂർണ്ണമായിട്ട് യൂട്രസ് എടുത്ത് മാറ്റുക എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം വരുന്ന പേഷ്യൻസിന് സർജറി ആയിരുന്നു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. ഇപ്പം നമുക്ക് അതിന് ക്യാൻസർ ഇല്ല എന്നാണെങ്കിൽ നമുക്കതിന് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സൈസ് കുറയ്ക്കുക. അപ്പോൾ പേഷ്യൻ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിൽ സ്ട്രോക്ക് വന്നാൽ പണ്ട് നമുക്കൊന്നും ചെയ്യാൻ ഉണ്ടായില്ലായിരുന്നു. ജസ്റ്റ് മെഡിസിൻ മാത്രം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കഴിച്ച് നോക്കുക എന്നായിരുന്നു. ഇപ്പോൾ സ്ട്രോക്കിന് പോലും ടൈം ലിമിറ്റിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഈ ക്ലോട്ട് വലിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സും അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ CLD, അതായത് ലിവറിൽ സിറോസിസ് ഉണ്ടാവുന്ന പേഷ്യൻസിൽ പോലും ട്യൂമർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിറോസിസ് കാരണമായിട്ടുള്ള പല രോഗങ്ങൾക്കും നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജി വഴി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻസ്, കാലിൽ മുറിവ് വന്നിട്ട് അത് ഉണങ്ങാതിരിക്കുക, അങ്ങനെ വരുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഓപ്ഷൻസും വെരിക്കോസ് വെയിൻസിന് ട്രീറ്റ്മെന്റ് വേറെ ഓപ്ഷൻസും. പേഷ്യന്റിന് ഏത് സർജറി ഓപ്ഷൻ കൊടുത്താലും പേഷ്യന്റ് ഒന്നും കൂടെ ഒന്ന് തിങ്ക് ചെയ്യുക, വേറെ മിനിമൽ ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ
ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വെരിക്കോസ് വെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫൈബ്രോയിഡ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നതാണല്ലോ. ഇപ്പോൾ വെരിക്കോസ് വെയിനൊക്കെ ഒരുപാടുണ്ട്, ഇപ്പോൾ ഒരുപാട് പേർക്ക് കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ഫൈബ്രോയിഡും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അധികം മുറിവില്ലാത്ത രീതിയിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ചികിത്സ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ, അപ്പം മറ്റുള്ള നമ്മളിപ്പോൾ ഓപ്പൺ സർജറി ചെയ്യുന്നതിൻ്റെ അത്രയും നമുക്ക് റെസ്റ്റും എടുക്കേണ്ട ആവശ്യമില്ല? ഇല്ല, ഇത് വളരെ മിനിമലി ഇൻവേസീവ് ആണ്. അതായത് ചെറിയ സൂചി കുത്തി നമ്മുടെ ഏത് ഭാഗമാണോ നമുക്ക് എത്തേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തോട്ട്, അല്ലെങ്കിൽ നമ്മുടെ രക്തക്കൊഴലിൽ ചെറിയ സൂചി കുത്തി ചെറിയൊരു പൈപ്പ് കടത്തി വിടുന്നേ ഉള്ളൂ. അപ്പോൾ പുറമെ ആർക്കൊന്നും പ്രത്യേകിച്ച് കാണാൻ സാധിക്കത്തില്ല. വലിയൊരു ഇപ്പം ഈ പറഞ്ഞ മെയിൻ പൈപ്പിൽ ഇപ്പം ലീക്ക് വന്ന കേസിലാണെങ്കിലും പുറമെ അതൊരു വലിയ സർജറി ആയിട്ട് തോന്നത്തില്ല. ഉള്ളിൽ പക്ഷേ ഒരു മേജർ പ്രൊസീജിയർ തന്നെ ആയിരിക്കും പേഷ്യന്റ് ചെയ്യുന്നത്. പക്ഷെ പുറമെ പേഷ്യന്റ് വേറെ റെസ്റ്റ് എടുക്കേണ്ട കാര്യങ്ങളോ ഇൻഫെക്ഷൻ, ആ മുറിവിൽ ഇൻഫെക്ഷൻ വരേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. പേഷ്യന്റ് എത്രയും പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ട് വീട്ടിലും പോകാം. അതെ. ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ആൾക്കാരെ എപ്പോഴും ചിന്തിക്കുന്നത് പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊരു സംഭവം. കാരണം പണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ സർജറി മാത്രമേ അറിയുള്ളൂ. അപ്പം മറ്റുള്ള സർജറീസിനെയൊക്കെ അപേക്ഷിച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള കോസ്റ്റ് അതും മെയിൻ ആയിട്ടുള്ളതാണ്. കാരണം ഓപ്പൺ സർജറിയെക്കാട്ടിൽ ചിലപ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കാം. അതെങ്ങനെയാണ് ഇപ്പോൾ സുരക്ഷിതമാണോ എന്നുള്ളതും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ചെലവ് എത്രയായിരിക്കും? അതെ, ഇതിപ്പം നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് മേ ബി ഒരു 20 years ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ. കോസ്റ്റ് ചോദിക്കുവാണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ സ്റ്റേ ഉൾപ്പെടെ നോക്കുവാണെങ്കിൽ സർജറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സർജറി ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് പ്ലസ് ഹോസ്പിറ്റൽ സ്റ്റേയുടെ കോസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊസീജിയറിന് ഓൾമോസ്റ്റ് സെയിം കോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറവായിരിക്കാം മെജോറിറ്റി ഓഫ് കേസസ്. സേഫ്റ്റി പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സേഫ് ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറഞ്ഞ പോലെ 15 to 20 years ആയിട്ടേ ഉള്ളൂ വന്നു തുടങ്ങിയിട്ട്. പക്ഷേ പുറം നാട്ടുകൾ US-ലും വെസ്റ്റേൺ വേൾഡിലൊക്കെ ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയർ രീതി തന്നെയാണ്, ട്രീറ്റ്മെൻറ്റ് രീതി തന്നെയാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് സേഫ്റ്റി പ്രൊഫൈൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80 to 95% വരെ നമുക്ക് ആണ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ഓബ്വിയസ്ലി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. അതെ. എനിക്ക് തോന്നുന്നു ഇപ്പം കോസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓപ്പൺ സർജറി ആണെങ്കിൽ എത്ര റെസ്റ്റ് നമ്മൾ എടുക്കണം അല്ലേ? ഇപ്പം ഓഫീസിൽ പോകേണ്ട ഒരാളാണ്, ജോലിക്ക് പോകേണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം അവിടെ വരും. പക്ഷെ ആൾക്കാർ അത് ചിന്തിക്കില്ല. എത്രയാണ് നോർമൽ സർജറി, എത്രയാണ് ഇത് ചെയ്യുമ്പോൾ എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. അപ്പൊ എപ്പോഴും ഇതാവുമ്പോൾ നമുക്ക് അത്രയും റെസ്റ്റ് കുറച്ചെടുത്താൽ മതി, നമുക്ക് ജോലിക്ക് പോവാം, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം. വെരിക്കോസ് വെയിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ തന്നെ സെയിം ഡേ തന്നെ പേഷ്യനെ ഡിസ്ചാർജ് ചെയ്ത് വിടാം. ഒരു ഡേയും കൂടി റെസ്റ്റ് എടുത്തതിന് ശേഷം ഓഫീസിൽ തിരിച്ചു പോകാം. സർജറി ആണെങ്കിൽ പേഷ്യന്റിന് എന്തായാലും റെസ്റ്റ് വേണ്ടി വരും. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 1 to 2 weeks വരെ മേ ബി റെസ്റ്റ് വേണ്ടി വന്നേക്കാം. ഈ വെരിക്കോസ് വെയിൻ തന്നെ ചിലർക്ക് ഇങ്ങനെ ഇത് പൊട്ടി ഇതാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്കിത് വീണ്ടും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചെയ്യാൻ പറ്റും. കാരണം ചിലർക്ക് ഇത് എന്താ വെച്ചോണ്ടിരുന്ന് ഈ ആ ഒരു ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോഴും നമുക്ക് ഇതേ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അഗൈൻ നമ്മൾ കേസ് നോക്കിയിട്ട് വേണം. കേസ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലർക്ക് ഇപ്പൊ ബെനിഫിറ്റ് ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില കേസസിന് സർജറി തന്നെയാണ് ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ്. ആ കേസസിന് സർജറി തന്നെ ചെയ്യേണ്ടി വരും. പേഷ്യന്റിനും സേഫ് ആണ്, നമുക്ക് അവിടെ എത്തിപ്പെടാനും പറ്റും എന്നാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ഓപ്ഷൻ തന്നെയാണ്. ഡിപ്പെൻസ് ഓൺ ദ കേസ്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ 90 to 95% കേസസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ ഡോക്ടർ. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്നത്? ഇപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കൂടാതെ എന്തൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്? മെജോറിറ്റി അല്ലെങ്കിൽ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ലെസ് ടൈം, റിക്കവറി ടൈം തന്നെ. പേഷ്യന്റ് സെയിം ഡേ തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ 24 hours കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാം. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മുറിവ് ഇല്ല, ഒന്നും കാണുന്നില്ല, സ്റ്റിച്ച് ഇല്ല, കട്ടില്ല, മുറിവില്ല. അങ്ങനെ അത് തന്നെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ്. പേഷ്യൻറ്റിന് സൈക്കോളജിക്കലി ഓൾസോ പുറമെ ഒരു വലിയ സ്കാർ കാണുമ്പോൾ അവർക്കും ബൈസ്റ്റാൻഡേഴ്സിനും തോന്നാം എന്തോ സംഭവിച്ചു. പക്ഷെ ഇത് കാണുമ്പോൾ ദേ മൈറ്റ് ഓൾസോ ഫീൽ സൈക്കോളജിക്കലി ദാറ്റ് ഇത് സേഫ് ആയിരുന്നു, അവർ ബെറ്റർ ആയി എന്നുള്ളൊരു തോന്നൽ, മെന്റലി നമുക്ക് ഫീലിംഗ് ഉണ്ടാവും.
ഓക്കെ ഡോക്ടർ, പിന്നെ ഇപ്പം ഒരു മെസ്സേജ് നമ്മളുടെ ലിസണേഴ്സിന് കൊടുക്കാൻ, ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ ഈ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിയെക്കുറിച്ചും മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന എന്താണ്? അതെ, പേഷ്യൻറ്റിന് ഒരു സർജറി ഓഫർ ചെയ്തിട്ടുണ്ട്, ഒരു ഡോക്ടർ പേഷ്യൻറ്റ് സർജറി ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മിനിമലി ഇൻവേസീവ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഓപ്പറേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, ചികിത്സിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിക്കുക. അങ്ങനെ ഓഫർ ചെയ്യാൻ കഴിയുന്ന ട്രീറ്റ്മെൻറ്റുകളാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ ഇതിൻ്റെ ഓപ്ഷൻസ് വൈഡ്ലി അവൈലബിൾ ആണ് ഇപ്പം. അത് പലർക്കും അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ. ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ യുവരാജ് സിംഗ്, പിന്നെ നമ്മുടെ ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞ ക്രിക്കറ്റേഴ്സ്. ഇപ്പോൾ ശ്രേയസ് അയ്യറിന് റീസെൻ്റ്ലി ഓസ്ട്രേലിയ ODI ടൂറിൽ ഒരു സ്പ്ലെനിക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഓസ്ട്രേലിയയിൽ വെച്ചായിരുന്നു. സാധാരണഗതിയിൽ അത് സ്പ്ലെനിക് സർജറിയിലോട്ട്, അതായത് സ്പ്ലീൻ ഗ്രന്ഥി സർജറി ചെയ്ത് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു അത്. പക്ഷേ ഇൻ്റർവെൻഷൻ റേഡിയോളജി വഴി ഈ ബ്ലീഡിങ് ഉണ്ടാവുന്ന രക്തക്കൊഴലിൽ പോയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് ഈ ബ്ലീഡിങ് നമ്മൾ നിർത്തിയായിരുന്നു. ഓസ്ട്രേലിയ വെച്ചായിരുന്നു. അതേ എല്ലാ ഓപ്ഷൻസും. അതുപോലെ യുവരാജ് സിംഗിന് ട്യൂമറിൻ്റെ ഭാഗമായിട്ട് ബയോപ്സിയൊക്കെ എടുക്കേണ്ടി വന്നപ്പോഴും ഇമേജ് ഗൈഡൻസിൽ പോയി കറക്റ്റ് ആ ഭാഗത്ത് പോയി സാമ്പിൾ ടിഷ്യൂ എടുത്തിട്ട് ടെസ്റ്റിങ്ങിനായിട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം നമ്മുടെ കേരളത്തിലും ഇപ്പം അവൈലബിൾ ആണ്. നമ്മൾ പണ്ട് TV-യിലും നെറ്റിലും വായിച്ചിരുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മുടെ കേരളത്തിലും അവൈലബിൾ ആണ്. അത് മാക്സിമം അറിയുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത്, നമ്മൾ ആ ഒരു പേര് പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ എന്തിനാണ് ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണത് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ജെയ്മി എബ്രഹാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.